3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് UDFന്റെ ഒരു MP കാസർഗോഡിനെ പ്രതിനിധീകരിക്കുന്നത്. ഇതൊരു ഇടതു കോട്ടയാണ് എന്ന വകുപ്പും നമുക്കില്ല. അത്തരമൊരു സംസാരത്തിന് പ്രസക്തിയുമില്ല. 70കളിൽ AKG പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ച ഒരു സീറ്റാണിത്. അവിടെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന വളരെ ചെറുപ്പക്കാരനായ 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന KSU പ്രസിഡന്റ് ഇവിടുത്തെ MP ആയത്. അന്ന് സഖാവ് EK നായനാരെയാണ് പരാജയപ്പെടുത്തിയത്. 2 തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതിനുശേഷം രാമറായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. രണ്ടാമത് രാമറായി പരാജയപ്പെട്ടത് കേവലം 1500 വോട്ടിനാണ്. പിന്നീട് പലതവണ നമ്മൾ ചെറിയ മാർജിനിലാണ് KC വേണുഗോപാലും. 2014 T സിദ്ദിഖ് 6500 ശിഷ്ടം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇത്തവണ നമ്മൾ 40,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് രാജ്യമൊട്ടാകെയുള്ള വലിയ പ്രതീക്ഷ, മൈനോറിറ്റി വോട്ടിന്റെ കൺസോളിഡേഷൻ, ശരത് ലാൽ, കൃപേഷ് തുടങ്ങിയവരുടെ വധമുയർത്തിയ വൈകാരികമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം, എന്നിട്ടും 40,000 മാത്രമാണ് വലിയ ലീഡ് ഉണ്ടായിരുന്നത്. ഈ ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന ചില മണ്ഡലങ്ങളിൽ നമുക്കറിയാം, രാഷ്ട്രീയ കാലാവസ്ഥയും ഇലക്ഷൻ കാലാവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലോക്സഭയിലെത്തിയത്. 5 വർഷക്കാലം കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്ന ആ വാദഗതി തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണെന്നറിയോ, ഈ 5 വർഷക്കാലം കൊണ്ട് കാസർഗോഡിന്റെ ഉണ്ണിച്ചയായി മാറാൻ സാധിച്ചു. എങ്ങനെയാണ്? ഇവിടെ സന്തോഷത്തിലും സന്താപത്തിലും അതുപോലെ തന്നെ ആഘോഷങ്ങളിലുമെല്ലാം ഈ നാടിലെ ഒരു MP അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ MP വരുന്നതിന് മുമ്പ് 15 വർഷക്കാലം ഈ കാസർഗോഡിന് ഒരു MP ഉണ്ടായിരുന്നു. ആ MP എന്ത് നട്ടല്ലാണ് ഇന്ത്യൻ പാർലമെന്റിൽ കാണിച്ചത്? ഏത് നട്ടല്ലാണ് ഈ കാസർഗോഡ് മണ്ഡലത്തിൽ കാണിച്ചത്? ആ 15 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ എന്തു നേട്ടമാണ് ഉണ്ടാക്കിയത്? എന്നാൽ ഇത്തവണ 5 വർഷം കഴിയുമ്പോൾ ഉണ്ണിത്താൻ നെഞ്ചു വിരിച്ചുകൊണ്ട് പറയുന്നു, 697 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, കൃത്യമായ കണക്കുകൾ വെച്ച് പറയാം. ഓരോന്നിലും പരിചയപ്പെടുത്തില്ല. മനുലാൽ നോക്കൂ, അപ്പം രണ്ടുപേർക്കും പറയാൻ കാരണങ്ങളുണ്ട്. ഇടതിന്റെ കോട്ടയിൽ കഴിഞ്ഞ തവണ ഒരു മാറ്റമുണ്ടായി. അത് പ്രത്യേക സാഹചര്യത്തിൽ